രാജ്യത്തിന്റെ ആണവോർജ്ജം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ഈ നീക്കം ആണവോർജ്ജത്തിൽ അമേരിക്കയെ ഒന്നാമതായി മാറ്റുമെന്ന്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റാരും ഉണ്ടാകില്ല എന്നും, അമേരിക്ക വ്യവസായത്തിലെ യഥാർത്ഥ ശക്തിയാകും, ന്യൂക്ലിയറിനുള്ള സമയമാണിത്, അത് വളരെ വലിയ തോതിൽ ചെയ്യാൻ പോകുന്നു എന്നും ഓവൽ ഓഫീസിൽ 4 ഉത്തരവുകളിൽ ഒപ്പുവച്ചതിനു ശേഷം പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പുതിയ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിനും ആഭ്യന്തര ഖനനത്തിനും യുറേനിയം സമ്പുഷ്ടീകരണത്തിനും ഈ ഉത്തരവുകൾ പ്രചോദനം നൽകും. ചെറിയ റിയാക്ടറുകൾ സൃഷ്ടിക്കുന്നതിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികൾക്ക് ഊർജ്ജം വിതരണം ചെയ്യുന്നതിലും അടിയന്തര ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. 18 മാസത്തിനുള്ളിൽ പുതിയ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് യുഎസ് ആണവ നിരീക്ഷണ സമിതിയെ ഈ ഉത്തരവുകൾ പരിഷ്കരിക്കും. ഇറാൻ വിദേശകാര്യമന്ത്രി സങ്കീർണമായത് എന്ന് വിശേഷിപ്പിച്ച ആണവ കരാറിനെ കുറിച്ചുള്ള യുഎസും ഇറാനും തമ്മിലുള്ള 3ാം റൗണ്ട് ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവച്ചത്. ഏപ്രിലിൽ ആരംഭിച്ച ചർച്ചകൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടേമിൽ 2015 ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിനു ശേഷമുള്ള ഉയർന്ന തലത്തിലുള്ളതാണ്. 2ാം തവണ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ട്രംപ് ഇറാനിനെതിരായ തന്റെ പരമാവധി സമ്മർദ്ദ പ്രചാരണം വീണ്ടും ആരംഭിച്ചു. ട്രംപ് ചർച്ചകളെ പിന്തുണച്ചു. എന്നാൽ നയതന്ത്രം പരാജയപ്പെട്ടാൽ സൈനിക നടപടിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. 2029 ജനുവരിയിൽ ട്രംപിന്റെ 2ാം കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് പുതിയ റിയാക്ടറുകൾ പരിഷ്കരിച്ച് വിന്യസിക്കുമെന്ന് ഭരണകൂടം പ്രതീക്ഷിക്കുന്നതായി വൈറ്റ് ഹൌസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു. നിയന്ത്രണ ബാധ്യതകൾ കുറയ്ക്കുകയും ലൈസൻസിംഗ് സമയപരിധി കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് പുതിയ റിയാക്ടറുകൾക്ക് അനുമതി നൽകുന്ന ന്യൂക്ലിയർ റെഗുലേറ്ററി കമ്മീഷനെ അടിസ്ഥാനപരമായി പുനർനിർമ്മിക്കുമെന്നും ട്രംപിന്റെ ഉത്തരവിലുണ്ട്. എണ്ണയ്ക്കും വാതകത്തിനുമായി ഖനനം വിപുലീകരിക്കുന്നതിനും അതുപോലെ ഡെമോക്രാറ്റിക് മുൻഗാമിയായ ജോ ബൈഡന്റെ കാലാവസ്ഥാ നയങ്ങൾ പിൻവലിക്കുന്നതിനുമായി റിപ്പബ്ലിക്കൻ ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യ ദിവസം തന്നെ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നത് ശ്രദ്ധേയമാണ്.